ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ വയനാട്ടിലുള്ള ബാണാസുര സാഗർ ഡാമിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഡാം ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ രണ്ടാമത്തെ വലുതുമായിട്ടുള്ള എർത്ത് ഡാമാണ്. അപ്പോൾ എന്താണ് എർത്ത് ഡാം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് നാച്ചുറൽ സോയിൽ, സാൻഡും ഗ്രാവലും റോക്കും ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വയനാട്ടിലുള്ള പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ വരുന്ന കാരാമണത്തോട് നദിക്ക് കുറുകെയാണ് ഈ ഡാം പണിതേക്കുന്നത്. ഈ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ വളരെ ചുറ്റും മലകളുണ്ട്, കുറേ ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഈ ഡാമിൽ നിന്നും ഇതെല്ലാം കാണുമ്പോൾ ഒരു ഭംഗി ആണ് ഈ ഡാമിനെ ഏറ്റവും ഒരു പ്രത്യേകതയുള്ള ഡാമാക്കി മാറ്റുന്നത്. 1979 കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പദ്ധതിയിലാണ് ഇത് പണിയുന്നത്. ഈ ഡാം വയനാട്ടിലാണ് പണിതെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പവറിലോട്ടുള്ള വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ഡാമിൽ സ്പീഡ് ബോട്ട് ഉണ്ട്, പെഡലിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, പിന്നെ ബാണാസുര ഹിൽസിലോട്ടുള്ള ട്രക്കിങ്ങും ഉണ്ട്. ശരിക്കും ബാണാസുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബലിയുടെ മകനായ ബാണാസുരൻ്റെ പേരാണ് ഈ ഡാമിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം നടക്കാനുണ്ട്. അതിനുവേണ്ടി KCB 15 രൂപ ഒരു സീറ്റിന് ഒരു സൈഡ് ടെമ്പോ ട്രാവലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇരിക്കാവുന്ന ആൾക്കാരെ കൊണ്ടുപോകുള്ളൂ. ഡാമിൻ്റെ മുകളിൽ കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യും. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ നടക്കേണ്ടി വരും. നമുക്ക് തിരിച്ച് ടിക്കറ്റ് കിട്ടില്ല. എന്നാലും ചെയ്യുന്ന സൗകര്യം നല്ലൊരു സൗകര്യമാണ്. നമ്മൾ കേരളത്തിലെ ഏത് ഡാമിൽ പോലും ഇത്രയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ചുറ്റും മലകളാണ്, പ്രത്യേകിച്ച് വൈകുന്നേരം ചെറിയ കാറ്റും അതൊരു സ്പീഡ് ബോട്ടിങ്ങോ പെഡൽ ബോട്ടോ ചെയ്ത് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമാണ്. അതേപോലെ വേറൊരു പ്രത്യേകത അവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഒരു സൈഡിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡാമിന് ആവശ്യമുള്ള വൈദ്യുതി ഒരു ബദലായിട്ട്. അതേപോലെ ഈ ഡാമിൽ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കരുത്. കാരണം ഇത് പണിത സമയത്തുള്ള പാറക്കലിൻ്റെ ഇടയിൽ വിഷപ്പാമ്പലുണ്ട്. അതിൻ്റെ ഒരു ബോർഡും അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇറങ്ങരുത്. നമ്മൾ ഡാം കാണുക, നമുക്ക് വേണമെങ്കിൽ ബോട്ടിങ് നടത്താനുള്ള സൗകര്യമുണ്ട് മറ്റൊരു അറ്റത്ത്, അത് ചെയ്യാം. അതല്ലാണ്ട് നമ്മൾ ഇതിലോട്ട് ഇറങ്ങാൻ ശ്രമിക്കരുത്. 40 രൂപയാണ് അഡൽട്ടിന് ഫീസ്, 20 രൂപയാണ് കുട്ടികളുടെ ഫീസ്. നമ്മൾ ശരിക്കും ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാറുണ്ട്. വൈകുന്നേരം ആണെങ്കിൽ ഒരു 4 മണിക്ക് വന്നാൽ 6 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് നടക്കാനുണ്ട്. നല്ല കാറ്റും ആ ഭംഗിയും ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മിസ്സാക്കരുത്. വരികയാണെങ്കിൽ 3-3:30 കഴിഞ്ഞ് വെയിൽ ആരൊക്കെയുമ്പോൾ നമ്മൾ വരിക. വെയിൽ താഴ്ന്നു കഴിയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാനുണ്ട്. മഴക്കാലത്താണ് നമ്മൾ വന്നെങ്കിൽ ഈ ഡാം പണിത സമയത്ത് ഉയർന്നു വന്നിരിക്കുന്ന ദ്വീപുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കും. അപ്പോൾ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെയാണ് നല്ലൊരു സമയമായിരിക്കും ശരിക്കും ഡാം കണ്ടാസ്വദിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പവർ പ്ലാന്റ് ഉള്ളതും ഈ ഡാമിൽ തന്നെയാണ്. അപ്പം ഈ ഡാമാണെങ്കിൽ പ്രളയത്തിൽ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മീനൊക്കെ ഡാം തുറന്നപ്പോൾ ആൾക്കാർക്ക് കിട്ടിയിരുന്നു. കുറേ നാൾക്ക് ശേഷം തുറക്കുകയായിരുന്നു. അപ്പോൾ കാണേണ്ട ഒരു ഡാമാണ്, ചെറിയൊരു തുകയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരിക, കാണുക. കുട്ടികൾക്കും മുതിർന്നവർക്കുള്ള സ്കൈ ഗ്ലൈഡിങ് കൂടെ ഉണ്ട്. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.